ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്, എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മൾ പുറത്തോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 12 മണിക്ക് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ. നാട്ടിൽ നിന്ന് അപ്പച്ചനും അമ്മയും ഹിൻഡുവും ബിജിയും പൊന്നൂസൊക്കെ കൂടെ ഒരു കേക്കൊക്കെ ഓർഡർ ചെയ്ത് ഹിൻഡുവിൻ്റെ ഫ്രണ്ടിൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹിൻഡുവിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൾ തന്നെയാണ്. ക്ലിൻസ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ്. അപ്പം എൻ്റെ അനിയനെ പോലെ തന്നെയുള്ളൊരു കൊച്ചാണ് ക്ലിൻസ്. അപ്പം അവനാണ് കൊണ്ടുവന്നത്, അവനും അവൻ്റെ ഫ്രണ്ടും കൂടെ വന്നിട്ടാ. അപ്പം ക്ലിൻസിനും പ്രത്യേകം താങ്ക്സ്. പനിയായിരുന്നിട്ട് പോലും അവൻ ഇതിന് വേണ്ടിയിട്ട് വന്നു. അപ്പം അവൻ വന്ന് കേക്ക് കട്ട് ചെയ്തു. കേക്ക് കട്ട് ചെയ്ത സമയത്ത് ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, ഇച്ചാൻ ഉണ്ടായിരുന്നില്ല. ഇച്ചാൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയേക്കായിരുന്നു. എന്തോ ഒരു പാർട്ടിയൊക്കെ ആയിരുന്നു. എന്നിട്ട് ആള് വന്നത് 12:30 കഴിഞ്ഞപ്പോൾ 12:30 കഴിഞ്ഞപ്പോ വന്നോന്ന്. ആകെയുള്ളൊരു ഭാര്യയുടെ ബർത്ത്ഡേ ആണ്. എന്നിട്ട് ഇന്ന് പുറത്തു പോയാൽ മതിയില്ല. ഉള്ള സമയത്ത് കണ്ടല്ലോ 12 മണിക്ക് വേണമായിരുന്നു. 12 മണിക്ക് വിഷ് ചെയ്യണമായിരുന്നു. വിഷ് ചെയ്തില്ല. 12 മണിക്ക് വിഷ് ചെയ്തില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചു, ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് വിളിച്ചു വെച്ചായനെ. കേക്ക് കട്ടിയുന്ന സമയത്ത് വീഡിയോ കോളിലെങ്കിലും വരാൻ വേണ്ടിയിട്ട് വന്നില്ല. ഇതാണ് എൻ്റെ ഹസ്ബൻഡ്, നിങ്ങളൊക്കെ പറയുന്ന സ്നേഹനിധിയായ ഭർത്താവ്. അപ്പം നിങ്ങളെല്ലാവരും അറിയണം. എന്നിട്ട് അപ്പം അങ്ങനെ അത് പിന്നെ ഞങ്ങൾ ഉറങ്ങി എഴുന്നേറ്റ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും എല്ലാവരും വിഷൊക്കെ ചെയ്ത് ഇപ്പോൾ ഞങ്ങൾ വീണ്ടും അല്ല പുറത്തോട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ. അപ്പം എന്തെങ്കിലുമൊക്കെ ലഞ്ച് പുറത്തുനിന്ന് ആക്കാമെന്നാണ് വിചാരിക്കണേ. അപ്പം അങ്ങനെ അപ്പം നമുക്ക് കേക്ക് കട്ട് ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ ഇപ്പം ഇടാം കേട്ടോ. അപ്പം അതൊന്ന് കാണും. അപ്പോഴത്തേനും നമ്മൾ എവിടേക്ക് പോണത്? ലഞ്ച് കഴിക്കാനല്ലേ, ഫുഡ് കഴിക്കാനല്ലേ ഫസ്റ്റ്? കടയിൽ പോയിട്ട് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പം കടയിൽ പോകണമെന്ന് പറയണേ. അപ്പം നമുക്ക് കടയിൽ ചെന്നിട്ട് കാണാം. അതിന് മുമ്പ് നമ്മുടെ കേക്ക് കട്ടിങ് കാണും കേട്ടോ. Happy birthday. സേറ ബേബി ഉറങ്ങായിരുന്നു. ഇപ്പം എണീറ്റു. ചേച്ചി ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ബിസ്ക്കറ്റൊക്കെ കഴിച്ചാണ് ഞങ്ങൾ എവിടെ പോണേ. നമ്മൾ കട എന്നുള്ളത് മാറ്റി കേട്ടോ. ഇപ്പോൾ ഫുഡാണ് മെയിൻ. ഫുഡ് കഴിക്കാൻ പോവാണ്. എവിടെയാണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല, പക്ഷേ നല്ല വിശപ്പുണ്ട്. എവിടെയെങ്കിലും പോകണം. ഇവിടെ ഏതാ ഫിഷിലേക്കാട്ടോ വന്നേക്കുന്നേ. നമുക്ക് അങ്ങോട്ട് പോവാം. ഫസ്റ്റ് ടൈമാണ് വരുന്നത്. എങ്ങനെയുണ്ട് നോക്കാം നമുക്ക് ഫുഡ്. ഇവിടെ ക്യൂ നിൽക്കണമെന്ന് തോന്നണു. നമ്മൾ ഫിഷാണ്. അപ്പോൾ അവിടെ പേരൊക്കെ എഴുതിയിരിക്കുന്നുണ്ട്, നമ്പറൊക്കെ. 2 പേരുള്ളതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താവുമെന്ന് അറിയില്ല, നോക്കാം. ഫിഷൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രാബ് പറഞ്ഞിട്ട് നമ്മളകത്ത് കയറി. ഇത് വേണോ ചേച്ചി? എന്താ മോര് വെള്ളം. ബീറ്റ്റൂട്ട് ജിഞ്ചർ ഇതാണ്, ജ്യൂസാണ്. നല്ലതാണ്.
അമ്മ അമ്മ അമ്മക്കിടെ ഹാപ്പി ബർത്ത്ഡേ ഹിമ. നമ്മളിപ്പോൾ അടിപൊളി ഒരു ഊണൊക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നു കേട്ടോ ഇവിടുത്തെ. കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ നേരെ കരാമ സെൻറ്ററിലോട്ട് പോണേ. അവിടെ നിന്ന് എന്തൊക്കെയോ വാങ്ങിക്കാണ്ടെന്ന് പറയണ്ടായിരുന്നു വെച്ചാൽ. അപ്പോൾ അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു. ഞങ്ങൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ കരാമ സെൻറ്ററിന് അവിടെ നല്ല തിരക്കായിരിക്കും എന്ന് വിചാരിച്ച് നടക്കാണ്. അവിടെ പാർക്കിംഗ് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം. അതുകൊണ്ട് നടക്കണം. ഇതിലൊക്കെ ഞാൻ കല്യാണത്തിന് മുമ്പ് ഒരുപാട് ഫ്രണ്ട്സിൻ്റെ കൂടെ നടന്നേക്കണ സ്ഥലങ്ങളാണ്. നടന്നത് കൊണ്ട് അതൊക്കെ ഒന്ന് ഒരു നൊസ്റ്റു. ഇതിലൊക്കെ ഒരുപാട് നടന്നുണ്ട്. ഇവിടെ നമ്മൾ കരാമ സെൻ്ററിലേക്ക് നമ്മളൊരു കരാമ സെന്ററിലൊരു ഷോപ്പിൽ കയറിയേക്കാണ്. ചൈൻ ഡ്രസ്സുകൾ മാറി മാറി ഇട്ടുന്നുണ്ട്. എവിടെ നമ്മൾ കരാമ സെന്ററിൽ നിന്ന് ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനി എവിടേക്കാ? വീട്ടിലേക്കല്ലേ? ഇനി എവിടേക്കാ? നമ്മൾ സിറ്റി സെന്റർ. ബൈ ബൈ. ഇപ്പം ഞങ്ങൾ കരാമ സെന്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് ചായ കുടിക്കാൻ കയറിയേക്കാട്ടാ. ഇനിയിപ്പോൾ നേരിട്ട് വീട്ടിലേക്കായിരിക്കും. സിറ്റി സെന്ററിൽ പോകില്ല. കുറച്ച് ലേറ്റായി. എത്രയാഴ്ച? 5:15 കഴിഞ്ഞു. അപ്പം ഇനി ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ വീട്ടിലെത്തുമ്പോഴത്തേനും കുറച്ച് വൈകും. പിന്നെ സമയമുണ്ടല്ലോ. അപ്പം എന്തായാലും പിന്നെ ഒരു ദിവസം സിറ്റി സെന്ററിൽ പോകാമെന്ന് വെച്ചു. അപ്പം അങ്ങനെ അപ്പം ചായ വാങ്ങിച്ചിട്ടുണ്ട്. ചായ കുടിച്ച് ഞങ്ങൾ വീട്ടിൽ പോകും. അങ്ങനെ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് വരാട്ടെ. അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ടും ലെങ്തി വീഡിയോ ആയിപ്പോവും. അപ്പം ബൈ.